നീ തല കുനിച്ചിടത്ത് നിന്റെ തല കുനിപ്പിച്ചവരുടെ മുൻപിൽ ദൈവം നിന്റെ തല നിവരുവാനുള്ളത് ചെയ്യും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ ദൈവിക വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ഒരുമിച്ച് ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതെ, കാരണം വിടുതൽ ദൈവികമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾ പ്രൈസർ ഫാമിലിയിലൂടെ കേട്ട വചനം വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ മാറ്റത്തിന് കാരണം ദൈവമാണ്. ആ ദൈവത്തെ സ്തുതിച്ചേ മതിയാകത്തുള്ളൂ. മാറ്റം ദൈവികമാണെന്ന് എന്തുകൊണ്ട് ഉറപ്പിച്ച് എനിക്ക് പറയുവാൻ കഴിയുന്നു? എന്നെ കേൾക്കുന്ന നിങ്ങൾക്കത് വ്യക്തമായി അറിയാം. കാരണം ലോകപ്രകാരം ഒരു ലോകമനുഷ്യനായി നിന്ന് ആ വിടുതലിന് വേണ്ടി നീ പോരാടിയതാണ് ഈ ലോകത്തോട്. നിന്റെ വിടുതൽ തടഞ്ഞു വെച്ച, നിന്റെ നല്ല കാലത്തിന് എതിരെ നിന്ന, നിനക്ക് നന്മയുണ്ടാകുന്നത് തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കുവാൻ, തുറന്നു കിട്ടിയ വഴികളെപ്പോലും അടച്ചു കളയുവാൻ മുൻപിൽ നിന്നവരിൽ നിന്ന് ആ വിടുതൽ നീ പ്രാപിച്ചെടുക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. അവിടെ എൻ്റെ ദൈവം നിനക്ക് ജയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സ്തുതിക്കുന്ന കാര്യത്തിൽ മടി വേണ്ട. ദൈവത്തെ മടികൂടാതെ സ്തുതിക്ക്. അതെ, ഈ ആഴ്ചയും അവിധത്തിൽ മടികൂടാതെ സ്തുതിക്കുവാനുള്ളത് ദൈവികമായുള്ളത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. വെറുതെ നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നല്ലോ. എന്നാൽ ഞങ്ങൾക്കറിയാം, പ്രാർത്ഥനാ മുറിക്കകത്ത് ഞങ്ങൾ ചിലവഴിക്കുന്ന സമയം ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ വിടുതലിന് കാരണമായി മാറും. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ദൈവിക വിടുതലിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് അറിയിച്ച് ഞാൻ തുടങ്ങി. അതെ, തലകുനിച്ചിടത്ത് അവിടെ തന്നെ, അവിടെ നീ തലകുനിച്ച ആ ഇടത്ത് തന്നെ ആരൊക്കെയാണോ നിന്റെ തല കുനിയുവാൻ കാരണമായി തീർന്നത്, അത് മനുഷ്യരാകാം, അത് പിശാചാകാം, അത് സാഹചര്യങ്ങളാകാം, അത് അവസ്ഥയാകാം, പിടിപ്പുകേടാകാം, എന്ത് തന്നെ ആയിരുന്നാലും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്റെ തലകുനിയുവാൻ ഇടയാക്കിയ, നീ കരയുവാൻ, കരഞ്ഞ് തളരുവാൻ ഇടയായ ആ അവസ്ഥയ്ക്ക് കാരണം എന്തു തന്നെയായിരുന്നാലും അവിടെ തല നിവർത്തുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി, ദൈവിക വിടുതൽ ഈ ആഴ്ച നീ അനുഭവിക്കുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവ്, അമ്മേൻ, അവൻ തല കുനിച്ച് നിൽക്കുന്നത് നീ കണ്ടു. നിന്റെ ഏറ്റവും വലിയ സങ്കടം അതാ. എൻ്റെ ഭർത്താവ് അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. അവരുടെ വാക്കുകൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ. അതെ, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ, മക്കളാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിച്ചതാ. നല്ല സമയം, യൗവനം സമ്പാദിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച നിന്റെ ഭർത്താവ് മക്കൾ മുഖാന്തരം തല കുനിയപ്പെട്ടു. ആ വേദനയിൽ നീ നീറി കഴിയുക. അതെ, നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ മക്കൾ മുഖാന്തരം കുനിയപ്പെട്ട നിന്റെ ഭർത്താവിൻ്റെ തല എവിടെയാണോ, ആരുടെ മുൻപിലാണോ നിന്റെ ഭർത്താവിൻ്റെ തല കുനിയപ്പെട്ടത്, അവരുടെ മധ്യേ ആ തലയെ എൻ്റെ ദൈവം ഉയരുമാറാക്കുവാൻ പോവുക. അതെ, അതിന് വേണ്ടത് എൻ്റെ ദൈവം നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ തല നിവർത്തുവാൻ, അവൻ്റെ തല നിവരുവാൻ. അതേ, സന്തോഷത്തോടെ രാമൻ പറയും, നീ അത് കാണും സഹോദരി. ഓ സ്തോത്രം. സങ്കടം അങ്ങ് അടപെട്ട് നിൽക്കുകയല്ലേ. എന്തെല്ലാം പ്രശ്നം വന്നിട്ടും അവൻ ആരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നുമില്ലായ്മയുടെ സമയത്ത്, എല്ലാവരും ശത്രുക്കളായി നിന്ന സമയത്ത്, നിങ്ങൾ ജീവിച്ചു തുടങ്ങിയ സമയത്ത് പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു. പക്ഷേ അവിടെ ഒന്നും അവൻ്റെ തലകുനിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അവൻ ആർക്കു വേണ്ടി ജീവിച്ചുവോ, അതെ, നിങ്ങൾ ആർക്കു വേണ്ടി ജീവിച്ചോ, അവർ മുഖാന്തരം തലകുനിയപ്പെടുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്നില്ല. വേദനയാ. അവർ മുഖാന്തരം, നിന്റെ മക്കൾ മുഖാന്തരം നിന്റെ തല ഉയരുവാൻ പോവുക. ഓ താങ്ക് ലോർഡ്. 4 പേർ കൂടുന്നിടത്ത്, ബന്ധുക്കളുടെ മധ്യത്തിൽ ഇന്ന് നീ പോകുവാൻ
പേടിച്ച് ഒളിച്ചു മാറി നിൽക്കുന്നത് പോലുള്ള ഫംഗ്ഷനുകളുടെ മധ്യത്തിൽ നിന്റെ മക്കൾ മുഖാന്തരം, ആവർത്തിച്ച് പറയട്ടെ, മാതാവേ, പിതാവേ, നിന്റെ മക്കൾ മുഖാന്തരം നീ തല നിവർത്തി സന്തോഷത്തോടെ മറുപടി പറയുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അവിടെ തലകുനിയപ്പെട്ട സ്ഥാനത്ത് വെറും വാക്ക് പറഞ്ഞു പോകുന്നില്ല, ദൈവവചനത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയോടെ വലിയ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ. ഉള്ളിൽ പറ, എൻ്റെ തല നിവരുവാൻ വേണ്ടത് എൻ്റെ യേശു ചെയ്യും. ഞാൻ തല കുനിച്ചത് സത്യമാണെങ്കിൽ, ആമേൻ. നിന്റെ ശത്രുവിനെ നോക്കി വിളിച്ചു പറ, ശത്രുവേ, നീ എൻ്റെ തല കുനിപ്പിച്ചത് സത്യമാണെങ്കിൽ, പന്ന പിശാചേ, നീ എൻ്റെ തല കുനിപ്പിച്ചത് സത്യമാണെങ്കിൽ, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ തല നിവരുമാറാക്കും. അതെ, നിന്റെ തല നിവരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ വിളിച്ചു പറയ്, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 13-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകമാണ് കേട്ടോ. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ഒരുവൻ തല കുനിച്ചിരിക്കുക, എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ. ഇവിടെ തലകുനിച്ചിരിക്കുന്നത് അബ്രഹാം എന്ന ഭക്തനാണ്. എന്റെയും നിന്റെയും വിശ്വാസത്താൽ ജീവിക്കുന്ന എന്റെയും നിന്റെയും പിതാവ്, വിശ്വാസികളുടെ പിതാവ്, അതാണ് അബ്രഹാം. അബ്രഹാമിന്റെ തല കുനിയപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടെന്ന് പറയുമ്പോൾ വിശ്വാസികൾ പെട്ടെന്ന് ചിന്തിക്കും, ആരോ മരണപ്പെട്ടു പോയി. നോ, മരണം മാത്രമല്ല, മരണം വരുത്തിയ വേർപാട് മുഖാന്തരം കരഞ്ഞായിരിക്കുന്ന ചിലരും എന്നെ കേൾക്കുന്നുണ്ട്. അതെ, നിന്റെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടത് എൻ്റെ ദൈവം തരും. ദാവീദിനെ പോലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ദൈവത്തെ സ്തുതിച്ച് മുൻപോട്ട് പോകുക. ആമേൻ. ശലോമോനെ ദാവീദിന് നൽകി ബെർശേബയിൽ ജനിച്ച ആദ്യ സന്തതിയുടെ കണ്ണുനീരിന് അറുതി വരുത്തിയ ദൈവം ചില വേർപാടുകൾക്ക് പരിഹാരം വരുത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആവർത്തിച്ച് സംസാരിക്കുകയാണ്. ആമേൻ. ശലോമോനെ നൽകി ബെർശേബയിലൂടെ ജനിച്ച ആദ്യത്തെ തലമുറയ്ക്ക് സംഭവിച്ച ആ മരണം, അല്ലെങ്കിൽ അവൻ മുഖാന്തരമുണ്ടായ വേർപാടിൻ്റെ വേദനയ്ക്ക് ദാവീദിന് ആശ്വാസം വരുത്തിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിന്റെ ഉദരത്തിൽ വച്ച് നഷ്ടപ്പെട്ടു പോയ നിന്റെ കുഞ്ഞിൻ്റെ വേർപാട്, സ്തോത്രം, അതിനെ വല്ലാതെ തളർത്തിയിരിക്കുക. നീ ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒന്നല്ല, അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു 3 തവണ ഉദരത്തിൽ ജീവൻ വെച്ചു, എന്നാൽ ജനിച്ച് പുറത്തു വരുവാൻ കഴിയാതെ അവൻ നഷ്ടപ്പെട്ടു പോയി. യെസ്, അവൻ നഷ്ടപ്പെട്ടു പോയി. നീ ആ വേർപാടിൻ്റെ വേദന തിന്നായിരിക്കുക. കേൾക്ക്, ബെർശേബയിൽ നിന്നൊരു ശലോമോൻ പുറത്തു വന്നതുപോലെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സഹോദരി, നിന്നെ കുറിച്ചാ, മാതാവേ, നിന്റെ മകളെ കുറിച്ചാ. ബെർശേബയിൽ നിന്നൊരു ശലോമോൻ. യെസ്, യേശുവിൻ നാമത്തിൽ ബെർശേബേ ശലോമോനായി ഒരുങ്ങിക്കോ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. വണ്ടർഫുൾ. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ആ അത്ഭുതം കർത്താവ് ചെയ്യുവാൻ പോകുക. നോക്കൂ, അപ്പോ ഇവിടെ വേർപാട് തനിക്കൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ പ്രിയനായ, ബന്ധം പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധുവാണ് ലോത്ത്, തൻ്റെ യാത്രയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തന്നെ വിട്ട് അകന്ന് ഒറ്റയ്ക്ക് യാത്രയായങ്ങ് പോയി. വേർപാട് എവിടം തൊട്ട് തുടങ്ങിയതാ? ആബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നാളിൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ തുടങ്ങി അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ഇവിടെ അബ്രഹാമിനെ വിളിച്ച നാളിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങിത്തിരിക്കാം. ഞാൻ നിനക്ക് തലമുറയെ നൽകും, ബഹുജാതികളുടെ പിതാവാക്കി ഞാൻ നിന്നെ മാറ്റും. ശ്രദ്ധിക്കണമേ, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഇല്ലായ്മ. അബ്രഹാമിന് 75 വയസ്സായി, ഒരു മകനില്ല, ഒരു തലമുറയില്ല. ആ വേദന അബ്രഹാമിനെ അലട്ടുന്നുണ്ട്. കാരണം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ യൗവനക്കാരായ മക്കളെ കൊണ്ട് തൻ്റെ പൂണി നിറച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ പട്ടണ മധ്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പേ തലകുനിക്കേണ്ടി വരത്തില്ല എന്ന് 128-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കാം.
അന്ന് മക്കൾ എത്രയുണ്ടോ അത്രയും അഭിമാനമാണ്, അത്രയും ധൈര്യമാണ്, അത്രയും പേരാണ്. പുറത്തു നിന്ന് കൂലിക്ക് ആൾ വിളിക്കണ്ടല്ലോ. അത് തന്നെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരു തലമുറയില്ലാതെ വല്ലാതെ ബാധിക്കപ്പെട്ട അബ്രഹാം, ആ അബ്രഹാമിൻ്റെ അടുക്കൽ വരുന്ന ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിന്റെ ഇല്ലായ്മ എന്തെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന പലർക്കും അബ്രഹാമിൻ്റെ ഇല്ലായ്മ മനസ്സിലാകത്തില്ല. കാരണം അബ്രഹാം മക്കളുടെ കാര്യത്തിൽ ദരിദ്രനാണെങ്കിലും മറ്റു പലതിലും അബ്രഹാം സമ്പന്നനാണ്. വസ്തുവകകളിൽ അബ്രഹാം സമ്പന്നനാണ്, പേരിൽ പെരുമയിൽ അബ്രഹാം സമ്പന്നനാണ്, പാരമ്പര്യത്തിൽ അബ്രഹാം സമ്പന്നനാണ്, ദാസീദാസന്മാരുടെ എണ്ണം കൊണ്ട് അബ്രഹാം സമ്പന്നനാണ്, ഒപ്പം നിൽക്കുവാനുള്ള വിശ്വസ്തന്മാരുടെ എണ്ണം കൊണ്ടും അബ്രഹാം സമ്പന്നനാണ്. ആ സമ്പന്നത അതൊരു വലിയ അനുഗ്രഹമാണ്. വിശ്വസ്തരായി ചിലർ കൂടെ ഉണ്ടായിരിക്കുക, അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ? വിശ്വസ്തരായി ആരും കൂടെയില്ല. ശുശ്രൂഷക നിന്നോട് തന്നെ, നിന്നിൽ ഞാൻ എന്നെ കാണുന്നുണ്ട്. ആമേൻ. ഞങ്ങൾ പലരെയും വിശ്വസ്തരായി കൂടെ കാണുമെന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി ഞങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച്, ആമേൻ, പോട്ടെ, അവർക്കൊപ്പം നിൽക്കാറുണ്ട്. എന്നാൽ വിശ്വസ്തത കാണിക്കേണ്ട സമയത്ത് അവർ നല്ല സുന്ദരമായ നന്ദികേട് കാണിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ഉള്ളം കൊണ്ട് ചിന്തിച്ചു പോകും, ദൈവമേ, വിശ്വസ്തരായ ചിലർ, അങ്ങനെയുള്ള ചിലരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ആമേൻ. ചിലർ അവിശ്വസ്തരാകുമ്പോൾ ദൈവം വിശ്വസ്തരെന്ന മീൻസ് വിശ്വസ്തരെന്ന് നമുക്ക് ഗണിക്കുവാൻ കഴിയുന്നതിലും അല്പം കൂടെ ലെവൽ ഉയർന്നവരെ നമുക്കൊപ്പം നിർത്തും. ആ ദൈവം വലിയവനാണ്. ചിലരെ ശുശ്രൂഷക നിനക്കൊപ്പം നിന്റെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായി വിശ്വസ്തനെന്ന് നീ എണ്ണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിനും ഉയരെയുള്ള, ഞാൻ പറയും, ആദ്യ വിശ്വസ്തരെ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് തരിക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇനി നീ ഒറ്റയ്ക്കെന്ന് പറഞ്ഞ് ആമേൻ, അങ്ങനെ നിരാശപ്പെട്ട് നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നോക്കൂ, അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ഒപ്പം വിശ്വസ്തനായ ലോത്ത് അബ്രഹാമിനൊപ്പം ഇറങ്ങിത്തിരിച്ചു. രണ്ടുപേരും ദൈവത്തിൻ്റെ പിന്നാലെയാണ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, നിന്നെയും നിൻ്റെ മകനെയും പോലെ. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ലോത്ത് നിന്റെ മകനെ പോലെ നിന്റെ ശബ്ദം കേട്ട് നിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് അവൻ പകുതി വഴിയിൽ പിന്മാറിപ്പോയത്. ഈ ദിവസങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി ശുശ്രൂഷക, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നീ കേട്ട ദൈവത്തിൻ്റെ ശബ്ദം നിന്റെ തലമുറകൾ കേൾക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. നീ നടന്നതുപോലെ പലതും ഗണ്യമാക്കാതെ, പലതും കാര്യമാക്കാതെ നിന്റെ മക്കൾ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുവാൻ പോകുക. ഓ ആമേൻ. നിന്നെ തലകുനിപ്പിക്കുന്നതാ പലരുടെയും മുമ്പിൽ. സ്തോത്രം. നിന്റെ മകൻ എവിടെ? നിന്റെ മകൾ എവിടെ? ചോദ്യമാ. ശുശ്രൂഷക, ചോദ്യമാ. അയ്യോ പ്രിയ മാതാവേ, ചോദ്യം. പ്രാർത്ഥിക്കുന്നത്, നിന്റെ മകൻ എവിടെ? നീ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ, ഒറ്റയ്ക്ക് തിരികെ വരുമ്പോൾ നിന്റെ മകൻ എവിടെ? നിന്റെ മകളെവിടെ? നിന്റെ ഭർത്താവ് എവിടെ? ചോദ്യമാ. ആമേൻ. ഇതുവരെ അവർ ദൈവശബ്ദം കേട്ടില്ല, നിന്റെ ശബ്ദമാ കേട്ടെ, പാസ്റ്ററിൻ്റെ ശബ്ദമാ കേട്ടെ. ആ ശബ്ദത്തിലൊന്നും അങ്ങറ്റം എത്തത്തില്ല. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകും. ഓ താങ്ക് യു ലോർഡ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് നിന്റെ തലമുറകളെയും വിളിക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ നോക്കൂ, അബ്രഹാമും ലോത്തും കൂടെ യാത്ര തിരിച്ചു. അവരുടെ യാത്രയുടെ ഒരു പ്രത്യേക സന്ദർഭം എത്തിയപ്പോൾ അബ്രഹാമും ലോത്തും വഴി പിരിഞ്ഞു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടായി. തനിച്ചായി. ഫലമോ തല കുനിഞ്ഞു. ആമേൻ. ചിലർക്ക് തനിച്ചായത് കൊണ്ടാണ് തല കുനിഞ്ഞത്, അല്ലേ സഹോദരി? ആ കല്യാണ വീട്ടിൽ നിന്റെ തല കുനിഞ്ഞത് നിന്റെ ഭർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ ചോദ്യത്തിന് മറുപടി പറയുവാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു, ചേട്ടന് ജോലിയുണ്ട്, കഠിനമായ ജോലിയാണ്, ഭയങ്കര ജോലിയാണ്, അയ്യോ ഇന്ന് വിശ്രമിച്ചില്ലെങ്കിൽ പറ്റത്തില്ല, അവിടെ പോയില്ലെങ്കിൽ പറ്റത്തില്ല. അവർക്കും അറിയാം, നിനക്കും അറിയാം. വീട്ടിനകത്ത് കിടപ്പുണ്ട്, കൂടെ വരത്തില്ല. ആമേൻ. 4 പേര് കൂടുന്നിടത്ത് വരത്തില്ല, നിനക്കൊപ്പം വരത്തില്ല, പള്ളിയിൽ വരത്തില്ല. ആമേൻ. റെഡിയായിക്കോ, ഈ ആഴ്ച നിനക്കൊപ്പം 4 പേർ കൂടുന്നിടത്ത് സഭയിൽ നിന്റെ ഭർത്താവ് വരുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒറ്റയ്ക്ക് പപ്പാ. ആമേൻ. ആ മറുപടി പറച്ചിലുള്ള അവസരമുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. തല കുനിഞ്ഞു പോകും. ആമേൻ. ഒറ്റയ്ക്കാവുമ്പോൾ തല കുനിഞ്ഞു പോകും. കൂടെ നിൽക്കും എന്ന് കരുതുന്നവർ പലരും ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ തല കുനിഞ്ഞു പോകും. വല്ലാത്തൊരു നിരാശ വരും, വല്ലാത്തൊരു സങ്കടം വരും. ആമേൻ. പോകുന്നത് കൊണ്ടല്ല പലർക്കും നിരാശ വരുന്നത്, എന്നാലും ഇവരിങ്ങനെ ആയിപ്പോയല്ലോ, ഇവരെന്നെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലേ? ചത്താലും ഞങ്ങൾ കൂടെ കാണും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ലോകത്ത് ആരും ചെയ്യത്തില്ല, അയ്യോ ഇതുപോലെ ഞങ്ങളെ കരുതുന്ന, ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വേറെ ആരുമില്ല. അവർ തന്നെ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ
വിശ്വസിച്ചു പോയല്ലോ എന്നുള്ളൊരു ചിന്ത അല്ലേ? ഇവരെയൊക്കെ വിശ്വസിച്ചു പോയല്ലോ, ഇവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ചു പോയല്ലോ. ആമേൻ. അവർക്കറിയത്തില്ല നമ്മൾ വരത്തിന് വേണ്ടി യാചിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുപവസിച്ച് നെടുമ്പാട് വീണ നാളുകളിൽ ആദ്യം കർത്താവ് തന്നൊരു വരമുണ്ട്, ആത്മാക്കളുടെ വിവേചന വരം. അതവർക്കറിയത്തില്ല. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലർക്കും ആ വരമാണ് ആവശ്യം. ആമേൻ. കൃപാവരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പകിട്ടേറിയ മഹിമയുള്ള കൃപാവരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. രോഗികളെയൊക്കെ സൗഖ്യമാക്കാം, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കാം, ബാധകളെയൊക്കെ ഒഴിപ്പിക്കാം. ശരി, അതവിടെ നിൽക്കട്ടെ. ആദ്യം ആത്മാക്കളുടെ വിവേചന വരത്തെ പ്രാപിച്ചെടുക്കുക. ഇന്ന് പ്രാർത്ഥിക്കുക, യേശുവേ എൻ്റെ മുൻപിൽ വരുന്നവനെ വിവേചിക്കുവാൻ, എനിക്കൊപ്പം നിൽക്കുന്നവനെ വിവേചിക്കുവാൻ, എൻ്റെ സഭയിൽ കടന്നു വരുന്നവരെ വിവേചിക്കുവാൻ, എൻ്റെ കുടുംബത്തിനകത്ത് കൂട്ടുകാരെന്നും പഴയ ഫ്രണ്ട്സെന്നും ഒക്കെ പറഞ്ഞ് കടന്നു വരുന്നവരെ സഹോദരി വിവേചിക്കാൻ പറ്റാത്തതാണ് നിൻ്റെ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത്. നീ ഇന്ന് തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. സഹോദര, നീ പലരുടെയും മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കേണ്ടി വന്നത്, ഉത്തരമില്ലാത്ത ചോദ്യമായി നിൽക്കേണ്ടി വന്നത് ആത്മാക്കളെ വിവേചിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. നീ വിവേചിക്കുക. സ്തോത്രം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയുവാൻ ഇടവരത്തില്ല, എന്നാലും ഞാൻ ചതിക്കപ്പെട്ടല്ലോ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ചതിക്കും, അത് വേറെ വശം. പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടില്ലല്ലോ. എനിക്ക് ആദ്യം അറിയാം ഇത് എപ്പം കിട്ടും, എങ്ങനെ കിട്ടും, ഇതിൽ മാത്രമേ ഡൗട്ടുള്ളൂ. ആമേൻ. നമുക്കറിയാം, ചിലർ പറഞ്ഞു തുടങ്ങുമ്പോഴേ അറിയാം പണി വരാൻ പോകുന്നു. അതെങ്ങനെയായിരിക്കും, എപ്പം കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മളത് നേരത്തെ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ, നമുക്കറിയാം, അത്രയേ ഉള്ളൂ എന്നേ. ഇവിടെ നോക്കിയേ, അബ്രഹാം അങ്ങനെയൊന്നുമില്ല. അബ്രഹാം അകമഴിഞ്ഞ് വിശ്വസിച്ചു പോയി. എനിക്ക് തോന്നുന്നു അന്ന് അബ്രഹാമിന് വിവേചിക്കാനുള്ള, ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വരമില്ലായിരുന്നു. അബ്രഹാമിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുള്ളിക്ക് ആത്മാക്കളെ വിവേചിക്കുന്ന കാര്യത്തിൽ അല്പം വരം കുറവായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വരം പുള്ളിക്ക് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വരം വേണം കേട്ടോ. പോയപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങ് തലകുനിച്ചിരിക്കുക, സങ്കടപ്പെട്ട് ഭാരപ്പെട്ടു. നോക്കൂ, ആ സമയം അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ആ ദൈവശബ്ദമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നിങ്ങൾക്കൊപ്പം ഞാൻ വായിച്ചത്. നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ടെന്ന് കരുതുന്നു. ഈ ഒരാഴ്ച നിങ്ങൾക്കൊപ്പം ആ വചനം വേണം. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. നോക്കൂ, അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അർത്ഥാൽ ദൈവം അബ്രഹാമിൻ്റെ അടുത്ത്, തലകുനിച്ച് നിൽക്കുന്ന അബ്രഹാമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, ലോത്ത് എവിടെയാണ്? അബ്രഹാമിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ചേ. ലോത്ത് അബ്രഹാമിൽ നിന്ന് ഒരുപാട് ദൂരെ ആയപ്പോൾ അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം നിൽക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഇത് തിരിച്ചറിഞ്ഞ സമയം അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായ വികാരം എന്തായിരിക്കും? തലകുനിച്ചിരുന്ന അബ്രഹാമിൻ്റെ വികാരം, ലോത്തേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ, നീ പെയ്യതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അടുത്ത് ദൈവം വന്നല്ലോ, നീ പൊയ്യതുകൊണ്ട്. ചിലരൊക്കെ പോകുമ്പോൾ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നിനക്കൊപ്പമുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അല്ലെങ്കിൽ ചിലരൊക്കെ പോയാലേ ദൈവം നിന്റെ അടുക്കൽ വരത്തുള്ളൂ. ആമേൻ. വേർപാട് അത് ആവശ്യമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീയായിട്ട് വേർപെടുത്തിയില്ലെങ്കിൽ ദൈവം ചിലരെ നിന്നിൽ നിന്ന് വേർപെടുത്തും. എന്തിനു വേണ്ടി? നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി. ലോത്ത് അബ്രഹാമിന്റെ ശബ്ദം കേട്ടാ ഇറങ്ങിയത്. അവന് കിട്ടാനുള്ളത് കിട്ടി. നീരോട്ടവും പച്ചപ്പുമുള്ള സ്ഥലം കിട്ടി. മനുഷ്യന്റെ വാക്ക് കേട്ടിറങ്ങുന്നവർക്ക് കിട്ടാനുള്ളതും അവർ പ്രതീക്ഷിക്കുന്നത് ഈ ലോകപ്രകാരമുള്ളതാ. എൻ്റെ നിന്റെ വാക്ക് കേട്ടിറങ്ങിയ പലരും നമുക്ക് പണി തന്നിട്ട് പോയതിന് കാരണം, സഹോദരി, സഹോദര, ശുശ്രൂഷക, അവർ ഈ ലോകത്തിലെ പച്ചപ്പ് തേടി വന്നവരാ. പച്ചപ്പ് കിട്ടിയപ്പോൾ അവർ പോയി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കിട്ടിയത് കൊണ്ട് പോയി. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, അവൻ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലിരിക്കുക. ചില ലോത്തുമാർ പോയതിനെ ഓർത്ത്. അവർക്ക് വേണ്ടത് കിട്ടി, അവർ പോയി. പക്ഷെ തിരിച്ചറിയും, നിനക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി നിനക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അബ്രഹാമിന് വേണ്ടത് കിട്ടിയിട്ടില്ല. അബ്രഹാമിന് വേണ്ടത് നീരോട്ടമുള്ള ആ താഴ്വരയൊന്നുമല്ല. അബ്രഹാമിന് വേണ്ടത് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദാനമാണ്, വാഗ്ദത്ത സന്തതിയാണ്. അതിന് ലോത്തിന്റെ ആവശ്യമില്ല. ആമേൻ. വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ, ദൈവികമായത് നിന്റെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ ചില ലോത്തുമാർ അധികപ്പറ്റാണെന്ന് ഞാനല്ല, ദൈവം തിരിച്ചറിയുന്നു. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത ഇറിറ്റേഷൻ, സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ ചില മക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ മക്കളെ, കേൾക്കും. ചില ബന്ധങ്ങൾ ടോക്സിക് ആണ്. ആമേൻ. വിഷമയമായ ബന്ധങ്ങളാണ്. എന്തുകൊണ്ടാണ് നിന്റെ പപ്പയും അമ്മയും ഇത്രത്തോളം അത് വേണ്ട മോളെ എന്ന് പറയുന്നത്? നിന്റെ എല്ലാ ഇഷ്ടത്തിനും കൂടെ നിന്ന് നിന്റെ അപ്പൻ
ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്ക്. നിൻ്റെ അമ്മ പറഞ്ഞിട്ട് പോലും നീ പറയുന്ന അതേ ഡ്രസ്സ്, അതേ മോഡൽ, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി എടുത്തു തരുന്ന നിൻ്റെ അപ്പൻ. നിൻ്റെ അമ്മ പോലും അറിയാതെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരുന്നത് നിൻ്റെ അപ്പൻ. ആമേൻ. അങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് വേറെ തോന്നരുത്. നിൻ്റെ അപ്പൻ, നിനക്ക് വേണ്ടി ജീവിക്കുന്നത് നിൻ്റെ അപ്പൻ. അപ്പൻ കാണാതെ അപ്പൻ്റെ മുമ്പ് ചെതിർത്തിട്ട് അപ്പൻ ചെയ്യുന്നതിലും അധികം ചെയ്യുന്ന അമ്മ. എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നേ? നിനക്കറിയത്തില്ല. ഈ ഞങ്ങൾ പ്രാർത്ഥിച്ചും കരഞ്ഞും പ്രാപിക്കുന്ന വരം ഒരു അപ്പനും അമ്മയ്ക്കും ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കും മക്കളുടെ കാര്യത്തിൽ. ഓ സ്തോത്രം മാതാവേ. അതുകൊണ്ടല്ലാതെ നിൻ്റെ കുഴപ്പമൊന്നുമല്ല അവൻ പറയും പോലെ. മക്കളുടെ കാര്യത്തിൽ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് അമ്മയപ്പന്മാർക്ക് അത് അറിയാൻ പറ്റും. കാരണം അവരുടെ ജീവിതം മുഴുവൻ നിങ്ങളാ മക്കളെ. അതുകൊണ്ടാണ് നിൻ്റെ എന്ത് ഇഷ്ടത്തിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന നിൻ്റെ അപ്പൻ ഇത്രയും എതിർത്ത് പറയുന്നത്. നിൻ്റെ അപ്പൻ അറിയാം ഇത് വിഷമയമായ ബന്ധമാണ്, നിൻ്റെ ഭാവിക്കത് നല്ലതല്ല, നീ നിൻ്റെ ജീവിതം നരകിച്ച് തീർക്കുന്നത് കാണുവാൻ അവർക്ക് പറ്റത്തില്ല, നീ സന്തോഷത്തോടെ ആയിരിക്കുന്നത് കണ്ട് കണ്ണടയ്ക്കുവാൻ കാത്തിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ആ ടോക്സിക് റിലേഷൻ പോയത് നന്നായി. പോയില്ലെങ്കിൽ നീ വേർപെട്, പോയി പണി നോക്കാൻ പറ. ആമേൻ. താങ്ക് യു. യേശുവിൻ നാമത്തിൽ സാക്ഷ്യം വിളിച്ചറിയിക്കണേ. ഓ താങ്ക് യു. ആമേൻ. മക്കളെ, അത് നന്നായിടാ പോയത്. നീ ഇനി ആ വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്നേ. ആമേൻ. ഓ താങ്ക് യു. യേശുവിൻ നാമത്തിൽ നീ ഇനി ആ വാഗ്ദത്തം പ്രാപിക്കാൻ പോകുന്നത്. ഇനിയാണ് വാഗ്ദത്തം. ഇനിയാണ് ദൈവം നിനക്ക് ഓഫർ ചെയ്തത്. ഇനിയാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിന്റെ മാതാപിതാക്കളോട് ദൈവം ഓഫർ ചെയ്തത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ആമേൻ. നോക്കൂ, അബ്രഹാം തളർന്നിരിക്കുമ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് ദൈവം പറയണം, അബ്രഹാമേ തല നിവർത്തടാ. ആമേൻ. തല നിവർത്തി നോക്ക്, നീ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരും. എന്തിനാ? അവൻ പോയത് കൊണ്ട് നീ ദുഃഖിക്കാതിരിക്കുവാൻ. പലരും തല കുനിച്ചിരിക്കുക. തല നിവർത്തി നോക്ക്. നീ ചുറ്റും കാണുന്ന സന്തോഷങ്ങളൊക്കെ, നിനക്കെന്നോ നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതി കരയുന്ന സന്തോഷങ്ങളൊക്കെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരുവാൻ പോകുക. നല്ല പേരുള്ള, പെരുമയുള്ള, നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ കഴിയുന്ന തൊഴിലിലൂടെ, യേശുവിൻ നാമത്തിൽ പലരുടെയും ജീവിതത്തിൽ നീ അത് കണ്ട് അസൂയയോടെ ഇരിക്കുക. നല്ല കുടുംബജീവിതം നിൻ്റെ മക്കൾക്ക്. മാതാവേ, നിനക്ക് നല്ല കുടുംബജീവിതം. സഹോദരി, നിന്റെ തലമുറകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി. തല നിവർത്ത്. ആമേൻ. താഴെ നിന്നല്ല, ഉയരത്തിൽ നിന്ന്. ഓ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ ദൈവം അടുത്ത് നിന്നിട്ട് പറയാ, ലോത്ത് പോയെങ്കിൽ എന്താടാ, ഞാൻ അടുത്തില്ലേ? ഓ, നമ്മുടെ ദൈവം എത്ര വലിയവനാ പ്രിയരെ. ചിലർ പോയെങ്കിൽ സന്തോഷിക്ക്, ദൈവം കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ, വിശ്വസ്തനായവൻ ഇതാ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നീ കാണുന്നത്, സ്തോത്രം, അത് ഞാൻ നിനക്ക് തരും. സ്തോത്രം. ആമേൻ. ആർക്കെയോ ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട്. പോയവരൊക്കെ പോയി രക്ഷപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവരൊക്കെ, എന്നെ തള്ളിയിട്ട് പോയവരൊക്കെ. കേൾക്ക്, അബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അബ്രഹാം ലോത്തിനോട് പറയുന്ന കാര്യം ഇതാണ്: ലോത്തേ, നീ വടക്കോട്ടെങ്കിൽ ഞാൻ കിഴക്കോട്ട്, നീ മുമ്പോട്ടെങ്കിൽ ഞാൻ പിൻപോട്ട്. മീൻസ് ഞാൻ ഇത്തിരി പുറകിലൊന്ന് വന്നോളാം, നീ അങ്ങ് മുമ്പേ എപ്പിക്കോ, ഞാൻ പതുക്കെ വന്നോളാം. ആമേൻ. ലോത്ത് വേഗത്തിൽ പോയതെവിടെ? സോദോമിലേക്കും ഗോമോറയിലേക്കും. അബ്രഹാം പതുക്കെയാ പോയത്. എവിടേക്കാ പോയത്? വിശ്വാസികളുടെ പിതാവെന്ന വാഗ്ദത്തത്തിലേക്ക്. നിന്നോടുള്ള ദൂത അല്പം പതുക്കെ ആയിപ്പോയി. അവരെല്ലാം പഠിച്ചു, അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടി, അവരെല്ലാം രക്ഷപ്പെട്ടു, കല്യാണം കഴിഞ്ഞ് മക്കളുമായി. നീ അല്പം പതുക്കെ പോയി, നീ വാഗ്ദത്തത്തിലേക്കാ. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അബ്രഹാമിന്റെ തല നിവരുവാൻ വേണ്ടത് ചെയ്യുവാൻ ഇറങ്ങി വന്ന ഒരു ദൈവം. ഒറ്റപ്പെടലിന്റെ, മാറ്റി നിർത്തപ്പെടലിന്റെ, അപഗണനയുടെ വേദന സഹിച്ചായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ കുനിഞ്ഞുപോയ നിന്റെ തല നിവർത്തുവാൻ വേണ്ടത് ചെയ്യുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. അബ്രഹാം ആ ശബ്ദം കേൾക്കുക. വാഗ്ദത്തം ഉറപ്പിക്കപ്പെടുന്ന ശബ്ദം കേൾക്ക്. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഇത് വാഗ്ദത്തം ഉറപ്പിക്കപ്പെടുന്ന സമയമാണ്. തീർന്നില്ല. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വാഗ്ദത്തത്തിന്റെ റേഞ്ച് മാറുക. മീൻസ് ചിലർ നിന്നെപ്പെട്ട് പോകുമ്പോൾ വാഗ്ദത്തം വിശാലപ്പെടും.
കർത്താവ് വാഗ്ദത്തത്തിൻ്റെ റേഞ്ച് മാറ്റും. ഓ താങ്ക് യു ലോർഡ്. നീ കേട്ടതൊന്നും അല്ല നീ പ്രാപിക്കുവാൻ പോകുന്ന. ഓ ആമേൻ. വിശ്വസിക്കുന്നവർക്ക് അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിന് ഒന്ന് കിട്ടിയാൽ മതി, അബ്രഹാം ഹാപ്പിയായി. പക്ഷെ ദൈവം അങ്ങനെയല്ല. ബഹുജാതികളുടെ പിതാവ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് അബ്രഹാമിനോട് ദൈവം പറയുക, നോക്ക് അബ്രഹാമേ, അതിനെ എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ തലമുറകളെ എണ്ണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കും. നിന്റെ പുറത്ത് പറ്റിയിരിക്കുന്ന മണ്ണ്, അമേൻ, കടപ്പുറത്ത് നിരാശയോടെ കിടക്കുമ്പോൾ അബ്രഹാമിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന കടൽപ്പുറത്തെ മണ്ണിനെ നോക്കി ദൈവം പറയുക, പൂഴി പോലെ എണ്ണിക്കൂടാതെ വണ്ണം തലമുറകളെ നൽകി ഞാൻ നിന്നെ മാനിക്കും. അതേ, വേർപെടുത്തിയതും വേർപെട്ടതും നിന്റെ വാഗ്ദത്തത്തിൻ്റെ വിശാലതയ്ക്കും നീ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാനും വേണ്ടി ആ തലന്നു വരുവാനുള്ളത് ദൈവം തരും. എങ്ങനെ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിങ്ങളെ നിർത്തുവാൻ, വാഗ്ദത്തം പ്രാപിക്കുമാറാക്കുവാൻ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി, അതേ ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി തളർന്നു പോകാതെ മടുത്തു പോകാതെ അത് പ്രാപിക്കുവാൻ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകരിലേക്ക് അനുഗ്രഹമാകും വിധം എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വിവിധ നിലകളിൽ കൂട്ടായ്മകളിൽ പങ്കെടുത്ത് ആത്മീയമായി വളരുവാനും പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ലൈവ് എല്ലാ ദിവസങ്ങളിലും രാവിലെ വചന സന്ദേശമുണ്ട്. വൈകുന്നേരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്, സഭാരാധനയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കും. നേരിട്ട് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടോ? വെള്ളയാണി, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിളയിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന, ഉച്ചയ്ക്ക് 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന, വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ്. പരിചിതർ ദേശത്തിലുണ്ടെങ്കിൽ അവരോട് അറിയിക്കുക. നിങ്ങൾ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിന് മധ്യത്തിൽ ദേശത്തെ അമേൻ കർത്താവിങ്കിലേക്ക് നോക്കുമാറാക്കുന്ന ദൈവിക വിടുതൽ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അടിയുറപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തഴയപ്പെട്ടവരായി, ഒതുക്കപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി, മാറ്റി നിർത്തപ്പെട്ടവരായി, വ്യക്തികളാൽ മാത്രമല്ല അനുഭവങ്ങളാലും നന്മകളാലും നന്മയുടെ അനുഭവങ്ങളാലും മാറ്റി നിർത്തപ്പെട്ടവരായി ഇവരായിരിക്കുന്നു. നല്ലതൊന്നുമില്ലായത്, നല്ലതൊന്നും കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് തലകുനിച്ചായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ സ്വർഗം അങ്ങ് പണിതെടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, തലകുനിഞ്ഞ അതേ സ്ഥാനത്ത് തലന്നു വരുവാൻ വേണ്ടി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കർത്താവെ, തലനിവർത്തി നോക്കി കണ്ടതൊക്കെ നൽകി അബ്രഹാമിൻ്റെ ജീവിതത്തെ ധന്യമാക്കിയ കർത്താവെ, ഇവരിപ്പോൾ വിശ്വാസത്തോടെ തലനിവർത്തി നോക്കുമ്പോൾ അപ്പോൾ കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ സ്വർഗമങ്ങ് നൽകി മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ആ തൊഴിൽ, ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ട് പ്രതീക്ഷയോടെ നോക്കുന്ന തൊഴിൽ ഇവർക്കങ്ങ് നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകണമേ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ. അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ വരട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. പഠനത്തോടൊപ്പം ജോലിക്കായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ അഡ്മിഷനുകൾ ലഭിക്കട്ടെ. വേണ്ട സാമ്പത്തിക നന്മകൾ ഒരുങ്ങട്ടെ. യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനുകൾ ലഭിക്കട്ടെ. എത്തപ്പെട്ടവർക്ക് അവിടെ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടത്ത് നിന്ന് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന പോരുകളായിരിക്കും മാറട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം സ്വർഗമേ ഇവർക്ക് മുമ്പിൽ അങ്ങ് വഴി തുറക്കണമേ. ഇവരിന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആക്സിഡൻറ്റുകളെ തുടർന്ന് ആശുപത്രികളിലായിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. അസ്ഥികളുടെ പൊട്ടലിനെ തുടർന്ന് അസ്ഥികൾ ചേർന്ന് വരാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. അസ്ഥികൾ ജോയിൻ്റ് ആവട്ടെ. ഓ താങ്ക് യു ലോർഡ്. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ജനിതക വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. വാദസംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. നെർവ് സിസ്റ്റത്തിലുള്ള രോഗങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങൾക്കകത്ത് കലക്കമിട്ട് വാദിച്ചു വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. സ്വസ്ഥതയും സമാധാനവും കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ. ഡിവോഴ്സ് മാറിപ്പോകട്ടെ. അമേൻ.
പിണങ്ങിപ്പോയ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ. മക്കൾ തിരികെ ഭർത്തൃഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ, വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കരം തൊടുന്നിടത്തൊക്കെയും ഇവർക്ക് അനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ. അബ്രഹാമിൻ്റെ കാൽ ചവിട്ടപ്പെട്ട ദേശം അബ്രഹാമിന് നൽകി മാനിച്ച കർത്താവേ, ചില ദേശങ്ങൾ ഇവർക്ക് അവകാശമാക്കി അങ്ങ് നൽകണമേ. രാജ്യങ്ങൾ ഇവർക്ക് അവകാശമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.